ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗ് യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത വിധം ഇക്കാര്യം UDF-ൽ ഉന്നയിക്കുമെന്നും പി.കെ. ഫിറോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 3 ടേം നയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമാകണം മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയസാധ്യത ഉണ്ടെങ്കിൽ സീറ്റുകൾ വെച്ചുമാറുന്നതിൽ തെറ്റില്ല. മുന്നണിയിൽ പുതിയ കക്ഷികൾ എത്തിയാൽ ലീഗും വിട്ടുവീഴ്ച ചെയ്യും. ഇത്തവണ ലീഗ് വനിതാ അംഗം നിയമസഭയിലുണ്ടാകും. ലീഗ് വനിതാ സ്ഥാനാർത്ഥിയുടെ വിജയം മുന്നണി ഉറപ്പാക്കും. UDF-നെതിരായ വർഗീയ പ്രചാരണം മതേതര നയം പറഞ്ഞ് പ്രതിരോധിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് AK ബാലൻ വർഗീയത പറയുന്നതെന്നും പി.കെ. ഫിറോസ് പ്രതികരിച്ചു. അതേസമയം സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ലീഗിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. 10ഓളം പുതുമുഖങ്ങളടക്കം ലീഗിന്റെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് വിവരം. MSF സംസ്ഥാന പ്രസിഡന്റായ P.K. നവാസ് അടക്കമുള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. യുവത്വത്തിനും പരിചയസമ്പന്നതയ്ക്കും പ്രാധാന്യം നൽകിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി MP-മാർ അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ അഭിപ്രായം ഇന്ന് കേൾക്കും. ഇന്നലെ AK ആന്റണി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുമായി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് മിസ്ത്രിയെ കണ്ടിരുന്നില്ല. വിവിധ തലങ്ങളിലെ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമടക്കം സമിതി തീരുമാനിക്കും. 2 ദിവസം കേരളത്തിൽ തങ്ങുന്ന സമിതി അംഗങ്ങൾ വീണ്ടും കേരളത്തിലെത്തും. 2 ഘട്ടമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് കോൺഗ്രസ് ശ്രമം. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതാ പട്ടികയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസിൽ തർക്കം രൂക്ഷം. കോഴിക്കോട് മത്സരിക്കുന്ന 5-ൽ 4 സീറ്റുകളും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായ തരത്തിലുള്ള പ്രചരണത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. സ്ഥാനാർത്ഥി മോഹമുള്ള ആളുകളാണ് ഈ പ്രചരണത്തിന് പിന്നിലെന്നും സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് DCC അല്ലെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ പറഞ്ഞു. നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്ത്, കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ, ബാലുശ്ശേരിയിൽ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ്, കോഴിക്കോട് നോർത്തിൽ KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകും എന്നായിരുന്നു പ്രചരണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരില്ല എന്നാണ് ഒരു കൂട്ടം നേതാക്കൾ പറയുന്നത്. ഈ പട്ടികയിൽപ്പെട്ട ചിലരൊക്കെ മണ്ഡലത്തിൽ സഹായം തേടി ഇറങ്ങി തുടങ്ങുകയും ചെയ്തു. സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പട്ടിക പ്രചരിക്കുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ സീറ്റ് മോഹികളാണെന്നാണ് അവരുടെ ആരോപണം. കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. വയനാട് ക്യാമ്പിൽ AICC നേതൃത്വം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. സീറ്റ് ചർച്ചയെ ചൊല്ലി മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയതിന് പിന്നിലും സീറ്റ് മോഹികളായ ചിലരെന്നാണ് ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും നേട്ടമുണ്ടാക്കിയ മേൽക്കൈ കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ സീറ്റ് ക്ഷാമത്തിന് അവസാനം കുറിക്കാൻ സഹായമാകുമെന്ന് കരുതുമ്പോഴാണ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പോര് രൂക്ഷമാകുന്നത്.